കൊല്ലം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 ഡിവിഷനുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ മുതിർന്ന ബി.ജെ.പി നേതാവ് കുമ്മനം രാജശേഖരൻ പ്രഖ്യാപിച്ചത്. ബി.ജെ.പി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി അടക്കം മത്സരരംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തി തന്നെയാണ് ബി.ജെ.പി ഈ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ അദ്ദേഹമാണ് നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട പ്രഖ്യാപനം നടന്നിരിക്കുന്നു. ഒരു വികസിത കൊല്ലം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് ലക്ഷ്യം. അതെ, വികസിത കൊല്ലം എന്ന് പറയുമ്പോൾ സമഗ്ര പുരോഗതിയാണ്. എല്ലാ രംഗങ്ങളിലും, വേദികളിലും, മണ്ഡലങ്ങളിലും താഴെത്തട്ട് മുതൽ ഒരു സമഗ്രമായിട്ടുള്ള പുരോഗതി, ഉയർച്ച, വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. മുരടിപ്പ് മാറ്റുക എന്നുള്ളതാണ്. എല്ലാ രംഗത്തും ഇപ്പോൾ മുരടിപ്പാണ്. കൊല്ലം അറിയപ്പെട്ടിരുന്ന ഒരു വ്യവസായ വാണിജ്യ വ്യാപാര കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ കശുവണ്ടി, കയറ്, അതുപോലെ മത്സ്യബന്ധനം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും ഉയർന്ന നിലവാരം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു. ഈ നഷ്ടബോധത്തിൽ നിന്നും ഈ ജനസമൂഹം ഒന്നാകെ ചിന്തിക്കുകയാണ്, ഇതിനൊരു മാറ്റം വരണം, മാറാത്തത് മാറണം. തീർച്ചയായും അതുതന്നെയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളടക്കം മത്സരിക്കുന്നുണ്ട്, ജില്ലാ നേതാക്കളടക്കം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ബി.ജെ.പി വലിയ പ്രതീക്ഷ തന്നെയാണ് വരുന്നത്. 100% വിജയപ്രതീക്ഷ. പരമാവധി വാർഡുകൾ 56 വാർഡുകളിലും NDA സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. എല്ലാ വാർഡുകളിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം. നമ്മൾ ഒരു റൗണ്ട് ഗ്രഹസമ്പർക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കാര്യമായും വളരെ കാര്യക്ഷമമായി ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടായ പരിശ്രമത്തിലൂടെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു വികസനമാണ് കൊല്ലത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പൂർണ്ണമായും ബി.ജെ.പിയുടെ ഒപ്പം നിന്ന് നമ്മളെ സഹായിക്കണം എന്നുകൂടി ഉള്ള അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ പറഞ്ഞു. തീർച്ചയായും അതുതന്നെയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള കേണൽ എസ് ഡിന്നി അദ്ദേഹം വടക്കേവിള വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. എന്തായാലും രാജ്യസേവനം, അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ചുമതലകൾ വന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു ജനപ്രതിനിധിയായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ നമ്മൾ കൂടുതലും ഈ ഗ്രൗണ്ട് ലെവൽ വർക്കുകളാണല്ലോ, എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? തീർച്ചയായിട്ടും മനോജ്, അതിന് നല്ല ഒരു പ്രതീക്ഷ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത്. ആർമിയിലായാലും ശരി, ഇപ്പം സേവാഭാരതി ആയാലും ശരി, ഇപ്പം ബി.ജെ.പിയിലായാലും ശരി, ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ആ ഗ്രൗണ്ട് ലെവലിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആളുകളിൽ നിന്നുള്ളൊരു ഫീല്, പ്രത്യേകിച്ച് കൊല്ലത്തൊരു വൻ മാറ്റത്തിന് ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയാണ് എന്നും എല്ലാവർക്കും അറിയാം. അപ്പം ഈ വരും ദിവസങ്ങളിൽ കൊല്ലം കാണുന്ന ഏറ്റവും വലിയൊരു മാറ്റം ത്തിൻ്റെ സാക്ഷ്യം വരാൻ പോകുന്ന ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം കൊല്ലം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത്, ഒരേ ഒരു മുദ്രാവാക്യം, വികസനം മാത്രം. അതാണ് ഞങ്ങളുടെ ഒരു. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും സമര പോരാട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു മുഖം കൂടെയാണ് യുവമോർച്ചയുടെ നേതാവായിരുന്ന പ്രണവ് താമരക്കുളം. അപ്പോൾ താമരക്കുളം വാർഡിൽ തന്നെ സ്ഥാനാർത്ഥിയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇനിയുള്ള ആ ഒരു വർക്കൊക്കെ? ഏത് തരത്തിലായിരിക്കും? നേരത്തെ സമര പോരാട്ടങ്ങളൊക്കെ ആയിരുന്നു, ഇനി കൃത്യമായിട്ട് പാർട്ടി നൽകിയ അവസരം ഇത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടത്തും. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ വലിയ തരത്തിലൊരു മുന്നേറ്റം ബി.ജെ.പിക്ക് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന ഗിരീഷ് മങ്ങാട് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് അഴിമതിയുടെ രേഖകളടക്കം കൊണ്ടുവന്ന് പല അഴിമതികളും ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇനി അഴിമതി രഹിത ഭരണം തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമല്ല? തീർച്ചയായിട്ടും കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഇടതുമുന്നണി തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള, നമ്മൾ പത്രസമ്മേളനം ഉൾപ്പെടെ പറയുകയുണ്ടായി, നമ്മൾ നിത്യേന കൗൺസിൽ യോഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ കൗൺസിൽ യോഗങ്ങൾ കഴിയുമ്പോഴും ഏതാണ്ട് 10-ൽ കൂടുതൽ അഴിമതി ആരോപണങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. കാര്യം കൃത്യതയോടുകൂടി, തെളിവോടുകൂടി, കൃത്യമായ രേഖകളുടെ ബലത്തോടു കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ രേഖകളെല്ലാം പറ്റും. അതുകൊണ്ട് ഈ 25 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കുക എന്നുള്ളത് ബി.ജെ.പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. അവരൊക്കെ തന്നെ എല്ലാ തവണയും ഈ ഒരു ബി.ജെ.പിയുടെ ഇലക്ഷൻ വർക്കിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നവരാണ്. വീണ്ടും ആ ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഡി ശൈലജ കഴിഞ്ഞ വർഷവും വിജയമായിരുന്നു. തേവള്ളി ഡിവിഷനിൽ തന്നെ വീണ്ടും ഒരു വിജയക്കൊയ്ത്തിന് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു മുന്നേറ്റമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് കൊല്ലം കോർപ്പറേഷൻ അഭിമുഖീകരിക്കുന്നത്. ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ
നേതാക്കന്മാരെയാണ് തിരഞ്ഞെടുത്ത് കാൻഡിഡേറ്റായിട്ട് വിട്ടിരിക്കുന്നത്. ഇത് വികസിത ഭാരതം, നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും. ശരിക്കും 6 കൗൺസിലർമാരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. തീർച്ചയായും BJPക്ക് കോർപ്പറേഷനിൽ 6 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇനി അത് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ, അതായത് ഭരണം തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത് തന്നെ BJPയുടെ ജില്ലാ നേതാക്കളടക്കം പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥി ഒന്നാം ഘട്ടം 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവരും പഠനം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അമൃത ഷാജി അല്ലേ? പാടില്ല. വാളത്തുങ്കൽ ഡിവിഷൻ. MA പഠനം പൂർത്തി. MA കഴിഞ്ഞു. MA കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ എന്നെ ആദ്യമായിട്ട് ഇറങ്ങുകയാണ് മത്സരരംഗത്ത്. ആദ്യമായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി വരുന്ന നാളുകൾ കാണാം. കാണാം, ഉറപ്പായിട്ടും കാണാം. തീർച്ചയായും യുവതികൾ, നിരവധിയായിട്ടുള്ള യുവതികളൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. എന്തായാലും ഈ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഈ കൊല്ലം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ നേതൃത്വവും. എന്തായാലും ഇനി വരുന്ന നാളുകളിൽ ഓരോ വാർഡിലും വോട്ടേഴ്സിനെ കാണുകയും അതോടൊപ്പം തന്നെ അവർക്കിടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് കൊല്ലം. അതിൻ്റെ ആ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് BJP നേതൃത്വവും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം.